ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് 25, ഇന്നലെ 24 തീയതിയിലത്തെ പത്രമൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പത്രം, മാതൃഭൂമി, മനോരമ, അങ്ങനെ കുറേ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് നമുക്ക് ദാണ്ടെ ഇതിങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കുറേ ന്യൂസ്. എല്ലാവരും രാവിലെ പത്രം വരുമ്പോൾ ന്യൂസൊക്കെ എടുത്ത് വായിക്കും. സാധാരണക്കാരനാണെങ്കിൽ ആ ന്യൂസൊക്കെ അങ്ങോട്ട് വിശ്വസിക്കും. ജനയുഗം, മംഗളം, വീക്ഷണം, ദീപിക, മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, ഇതുപോലെ കുറേ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് സെയിം ന്യൂസ്. ഇത് നമ്മുടെ ഇവിടുത്തെ പത്രം മലയാള മനോരമയുടെയാണ് ഗൈസ്. ഈ സത്യം പറഞ്ഞാൽ ഇത് വാർത്തയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട് കാക്കനാട് വെച്ചിട്ട്. അതിന്റെ പരസ്യമാണ് ഗൈസ്. അതാണ് ഇവന്മാര് ഈ ഒരു ഇത്രയും കംപ്ലീറ്റ് പേജിൽ ഒരു വാർത്ത പോലെ അച്ചടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവന്മാർക്ക് ഈ പത്രങ്ങൾക്ക് എന്ത് പത്രധർമ്മമാണുള്ളത്? അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു മര്യാദയുണ്ട്. ആളുകളെ പറ്റിക്കുന്ന രീതിയിലല്ല ഈ മാതിരി തോന്നിയാസം കാണിച്ചു വെക്കുന്നത്. ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇത് കേട്ടിട്ട് ചില വിശ്വസിച്ച ആൾക്കാരുണ്ട്. എന്താണെങ്കിലും ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയോ ഈ അച്ചടിച്ച പത്രമോ അല്ല ഇപ്പൊ ഏറി കയറിയിരിക്കുന്നത്. നമ്മുടെ അരുൺകുമാറാണ്, റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറാണ് ഏറി കയറിയിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ആദ്യം ഈ പത്രങ്ങളെ നാല് പറയട്ടെ. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ മാതിരി കൊണച്ച ന്യൂസ് കൊടുക്കാൻ നിനക്കൊക്കെ നാണമില്ല. പത്രങ്ങൾക്ക് തെറിവിളിയാണ്, അജാതി തെറിവിളിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്വർടൈസ്മെന്റ് അങ്ങ് വൈറലായി. ഇങ്ങനെ ഒരു സമ്മിറ്റ് കാക്കനാട് നടക്കുന്നുണ്ടെന്ന് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. തെറി വിളിച്ചാണെങ്കിൽ 4 പേര് അറിഞ്ഞ് അവന്മാര് പൈസ ചെലവാക്കിയതിനുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മലയാള മനോരമ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 24 ജനുവരി 2050 തിങ്കളെന്നും പറഞ്ഞിട്ടാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. ഡേറ്റ് ഒക്കെ എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ശ്രദ്ധിച്ചവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ ന്യൂസ് മൊത്തം 2050 ഇങ്ങനൊരു പത്രം ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കും അതിനകത്ത് ന്യൂസ് എന്നുള്ള രീതിയിലാണ് ഈ പത്രങ്ങളെല്ലാം ഇത് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ്ട് ബി ദ ഫ്യൂച്ചർ, അപ്ലൈ ഫോർ ദ ഫ്യൂച്ചർ, ആപ്ലിക്കേഷൻ ഓപ്പൺ ഓർ ദ ഫ്യൂച്ചറിസ്റ്റിക് UG ആൻഡ് PG പ്രോഗ്രാം. അന്നേരം അവന്മാരുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുക. അതിന്റെ സബ്മിറ്റ് ആണ്. അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 2050 വാർത്ത അവന്മാർ ഇന്നേ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയി പോയി ജെയിൻ യൂണിവേഴ്സിറ്റിയുടേത്. മനോരമയുടെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റവും കോർണറിൽ സൈഡിലായിട്ട്. ഇതൊക്കെ ആളുകൾക്ക് നോക്കൂല്ലേ, നമ്മളൊക്കെ നോക്കൂടെ മേളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പത്രത്തിനാണ്ട് ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന്. പിന്നെ ഈ പത്രത്തിന് ഇവിടെ ആയിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുന്നറിയിപ്പ്. ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് സാങ്കല്പികമായിട്ടുള്ള വാർത്തകളാണെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ എത്ര പേര് വായിച്ചു നോക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഈ ഒരു വാർത്തകളുടെ കൂട്ടത്തിൽ ഹിറ്റായ വാർത്ത എന്താണെന്നറിയോ? നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ള വാർത്തയാണ് ഹിറ്റായത്. ഒന്നാമതേ നമുക്ക് ഒരു അനുഭവം ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ മോദി വന്ന് പറഞ്ഞ് നിലവിലുള്ള നമ്മുടെ നോട്ടുകളെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു. അന്നേരം അതുപോലത്തെ എന്തെങ്കിലും ഒരു നോട്ടിനെ ഇനി കംപ്ലീറ്റ് ആയിട്ട് പിന്നെയും നിരോധിച്ചോ എന്നുള്ള ഒരു ഡൗട്ട് ജനങ്ങൾക്കുണ്ടായി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ. ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യുകയും ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ന്യൂസ്. ആഗോള കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. അടിപൊളി. നെക്സ്റ്റ്, റോബോ മന്ത്രി @1. നമ്മുടെ മന്ത്രി റോബോട്ടായ കഥയാണ് ഗൈസ്.